ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിലൊരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എൻ്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. എല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. അവർക്കറിയാം അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേൽ എടുത്താൽ അത് പാപമാണെങ്കിൽ. സൂര്യൻ കിഴക്ക് നിന്ന് മഹിമയോടെ ഉദിക്കുമ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഓണം വരുന്നതിൻ്റെയൊക്കെ മുമ്പൊക്കെ ആയിട്ട് എന്താണ് ഇതുപോലെ കുറേ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് വിഷജന്തുക്കൾ, അതായത് വിഷം ചീറ്റണത്, വർഗീയവാദം മാത്രം പറയണ, വർഗീയത മാത്രം കാട്ടിക്കൂട്ടുന്ന കുറേ ആൾക്കാർ വരും. അത് എന്താണ് ഈ ഓണത്തിന് പ്രത്യേകിച്ചിട്ട് വരുന്ന ആൾക്കാരാണത്. ഓണം വരുന്നതിന് മുമ്പും പിന്നെ അതുപോലെ തന്നെ ഓണം കഴിഞ്ഞാലും ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാകും. പക്ഷേ ഇയാൾ ആരാണോ എന്താണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇയാൾ പറയുന്നതൊക്കെ എന്താണ് ഒരു വർഗീയവാദം, അതായത് വർഗീയത മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലങ്ങനെ അയാൾ പറയണു അതങ്ങനെ നമ്മൾ എന്താണ് ഓണം ആഘോഷിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ സെറ്റ് സാരി എടുക്കാൻ പാടില്ല, മാവേലിനെ നമ്മൾ വരവേൽക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളിപ്പോഴും നമ്മളെ മറ്റാൾ പറയാൻ മാതിരി ഈ നൂറ്റാണ്ടിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. എന്തിനാണോ ഇങ്ങനെയൊക്കെ വിഷം ചീറ്റുന്നത്? പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഓണത്തിൻ്റെ പരിപാടിക്കൊക്കെ പല ആൾക്കാരും പല രീതിയിലൊക്കെയാണ് ഇപ്പോൾ വേഷം കെട്ടാറ് മാവേലിയുടെ. അതൊക്കെ പിന്നെ നമ്മളെന്ത് ചെയ്യണു, നല്ല രീതിയിൽ അത് ചിലപ്പോൾ ഒരു കോമഡി രൂപത്തിലൊക്കെ നമ്മളെന്ത് ചെയ്യും, അത് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാവേലിൻ്റെ ഒരു വേഷം കെട്ടിയ ഒരാളുണ്ടായാലും ഒരു സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ പറഞ്ഞിരുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? എല്ലാവർക്കും നല്ലൊരു ഓണം പഠിച്ചോന്റെ റഹ്മത്തും ബർക്കത്തും ഈ ദുനിയാവിൽ എല്ലാവർക്കും നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ശരി. കണ്ടില്ലേ, ഇതും ഒരു ഓണാഘോഷ പരിപാടി തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അതുപോലെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ എന്താണ് പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ എന്താണ് നമ്മൾ മാവേലിയുടെ വേഷം കെട്ടാറുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ളൊരു കോമഡി രൂപത്തിലാണ് അതൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ ആദ്യം പറഞ്ഞ ആ ചങ്ങായി ഉണ്ടല്ലോ, അത് വെറും വർഗീയവാദം, അതായത് വിഷം മാത്രം ചീറ്റുന്ന ഒരാളാണത്. അതൊക്കെ പോട്ടെ, പറയാൻ വന്ന വിഷയം അതല്ല. നമ്മളിപ്പോൾ ഈ ഓണത്തിനൊക്കെ എന്താണ് ഈ പൂക്കളം ഇടുമല്ലോ, പലവർക്കും പല സ്ഥലങ്ങളിലാക്കാരും പൂക്കളിടുക, അതായത് അവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ, അതായത് ചിലപ്പോൾ ചെറിയ പൂക്കളിടും അല്ലെങ്കിൽ വലിയ പൂക്കളിടും, എല്ലാതും അവരുടെ സൗകര്യത്തിനാക്കാരം ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ 1-2 ദിവസമായി ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒന്ന് വൈറലായി കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ഉണ്ട്. അതായത് നമ്മളൊരു ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. ബാംഗ്ലൂരിൽ ഒരു പൂക്കളിട്ടിരിക്കുകയാണ്, ഏതൊരു ഫ്ലാറ്റിലോ ഒരു അപ്പാർട്ട്മെൻറ്റിലോ അവിടെ ഒരു പൂക്കളിട്ടിരിക്കുകയാണ്. പക്ഷേ ആ പൂക്കളത്തിൻ്റെ മുകളിൽ ഒരു മലയാളി തന്നെ, മലയാളികളുടെ ഒരു ആഘോഷമാണല്ലോ ഇപ്പോൾ ഓണം, പക്ഷേ അതിലൊരു മലയാളി തന്നെ അതിനെ എതിർക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. നിങ്ങളെ തോന്നുന്ന നിങ്ങളെ കാണിക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ തമ്മിലുള്ള സമയമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പെരുമാറുമ്പോൾ ഞങ്ങൾ പെരുമാറില്ല. നിങ്ങളുടെ ബിഹേവ് ലൈക്ക് എ വേ യു ഡു. കൈൻഡ്ലി സ്റ്റെപ്പ് ഔട്ട്. വിളിക്കുന്നില്ല, എല്ലാവരും വിളിക്കും. നമുക്ക് കിട്ടും ഇതിന്റെ വീഡിയോ CCTV ക്ലിയറായി കിട്ടും. ഞങ്ങൾക്ക് എവിടെ വേണം ഞങ്ങൾ വിളിച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് ഇന്ത്യകൾക്ക് എല്ലാവർക്കും കാണിക്കും. കാണിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു? സോപ്പ് എവിടെ ഇട്ടോളേ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളാരും നിങ്ങളുടെ സർവന്റോ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഇട്ടോളാം. ഇത് നിങ്ങളുടെ സംസ്ഥാനമാണ്. വെളച്ചിലെ കൈ വെച്ചിരുന്നാൽ കേട്ടോ. party
Subhi, go push her, man. What is this? No, I don't want to touch this person, man. That's it. എന്തായാലേ നമ്മളെല്ലാ കാര്യങ്ങളിലും മലയാളികൾ പൊളിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം മതി അതുപോലുള്ള ചീത്തപ്പേരുണ്ടാക്കാൻ വരും. കാരണം മലയാളികൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും മലയാളികളെല്ലാം ഒരു ഒറ്റക്കെട്ട് പോലെ തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് തന്നെ എന്താണ് അത് ചീത്തപ്പേരാണ്. അതും കേരളം വിട്ടിട്ടാണ് ഇങ്ങനെ ഒരു അതായത് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് ഒരു ഓണം എന്ന് പറയുന്നത്. എല്ലാ മലയാളികളും, അത് ഹിന്ദുസ് എന്നല്ല, എന്താണ് മുസ്ലിംസ് എന്നില്ല, ക്രിസ്ത്യൻസ് എന്നില്ല, എല്ലാവരും ഒരുപോലെ ഇപ്പോൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ ഓണം എന്ന് പറയുന്നത്. പക്ഷേ അതിനെന്താണ് പലരും ചില ആൾക്കാരൊക്കെ എന്താണ് അനുകൂലിച്ചും അതിന് പ്രതികൂലിച്ചൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകും. പിന്നെ നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഇപ്പം എന്താണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ തന്നെയാണ് ഈ ഓണത്തിന്, അതായത് നമ്മളൊരു പൂക്കളം മെഡലുണ്ട് സ്കൂളിലൊക്കെ, എല്ലാ ക്ലാസ്സുകളിൽ കൂടി എന്താണ് ഒരു പൂക്കള മത്സരം പോലെയൊക്കെ നടക്കാറുണ്ട്. അതിൽ നമ്മളെന്താണ് ഹിന്ദുസ് എന്നോ മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഒന്നുമില്ല, പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്താണ് ആ പൂക്കളൊക്കെ ഇടുക. അപ്പോൾ അന്ന് മുതൽ തന്നെ, അത് ചെറുപ്പം മുതൽ തന്നെ നമ്മളെന്താണ് ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെ ഒരു ആഘോഷം ആയിട്ട് തന്നെയാണ് നമ്മളത് ആഘോഷിക്കൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഉള്ള എന്താണ് വിഷജന്തുക്കളൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടി മുളക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉത്സവം, ആ ഉത്സവത്തിന് ഇടുന്ന പൂക്കളം, ആ പൂക്കളത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോഴൊക്കെ ആ ഒരു സ്ത്രീയുടെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. കാരണം ചെറുപ്പം മുതൽ തന്നെ നമ്മളൊരു പൂക്കളം ഇടുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ ഇടാറ്. അത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത, അതായത് അതിനൊരു വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂക്കളം ഇടാറ്. പക്ഷേ ഈ ഒരു സ്ത്രീ ആ ഒരു പൂക്കളം അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതിൻ്റെ സ്ഥലമാണ്, അതല്ലെങ്കിൽ ഇതെനിക്ക് നടന്നു പോകാനുള്ള വഴിയാണെന്നൊക്കെയാണ് പറയാണ്. പക്ഷേ ശരിയായിരിക്കാം, അതൊരു വഴി പോലെ തന്നെയാണ്. അതായത് ഒരാളും ഫ്ലാറ്റിനകത്തോ അല്ലെങ്കിൽ റൂമിനകത്തോ ഒന്നല്ല ഇപ്പോൾ ആ ഒരു പൂക്കളം ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു വഴി പോലെ തന്നെയാണ് നമുക്കത് കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പൂക്കളം കാണുമ്പോൾ അതിനെ സഹായിച്ചിട്ടില്ലെങ്കിലും അതിനെ നശിപ്പിക്കാതിരുന്നൂടെ, അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ. കാരണം അത് മലയാളികളാണ് എല്ലാവരും. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന സ്ത്രീ ആണെങ്കിലും ഈ ഓണം എന്ന് പറയുമ്പോൾ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതും കേരളത്തിൻ്റെ പുറത്താണ്, അതായത് ബാംഗ്ലൂരാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഒരുപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കേണ്ട ഒരു ഉത്സവമല്ലായിരുന്നു ഓണം. പക്ഷേ അതിനൊക്കെ എന്താണ് സഹായിക്കാതെ തന്നെ അതിനെ ഉപദ്രവിക്കുക, അതായത് ഓണം പൂക്കളൊക്കെ എന്ത് ചെയ്തിരിക്കണം ഈ എന്താണ് അലങ്കോലപ്പെടുത്തിയിരിക്കുക ആ ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്ത്രീയുടെ സംസ്കാരം എന്താണെന്നുള്ളത് ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും വളർത്തുദോഷം തന്നെയാണ് ഇതൊക്കെ.